പെയിൻറ്റിൻ്റെ കുപ്പിയൊക്കെ ക്ലീൻ ആക്കാനുള്ള ഒരു എളുപ്പപ്പണിയായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഉപയോഗിച്ച് തീർന്നതും അതുപോലെ തന്നെ കട്ട പിടിച്ചു പോയതുമായിട്ടുള്ള പെയിൻറ്റിൻ്റെ കുപ്പികൾ ഒരുപാട് എൻ്റെ കയ്യിലുണ്ടായിരുന്നേ. അതെല്ലാം എടുത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വെച്ചിട്ട് ചൂടുള്ള വെള്ളം അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന വെള്ളമല്ലേ. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണെങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ കുപ്പിയൊക്കെ പൊട്ടിപ്പോകും കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് സോപ്പ് സൊല്യൂഷൻ, അത് പാത്രം കഴുകുന്നതാവാം, തുണി അലക്കുന്നതാവാം, ഏതെങ്കിലും ഒരു സോപ്പ് സൊല്യൂഷൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ആ സോപ്പ് സൊല്യൂഷൻ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറൊക്കെ ഇപ്പം തന്നെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണം കേട്ടോ. മിനിറ്റിന് ശേഷം ഇതാ കുപ്പികൾ ഓരോന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഉള്ളിൽ കട്ട പിടിച്ച് കിടന്നിരുന്ന പെയിൻ്റൊക്കെ ഇളകി പോന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റിക്കറൊക്കെ പറഞ്ഞും പോന്നിട്ടുണ്ട്. പെയിൻറ്റിൻ്റെ ഇങ്ങനത്തെ കുഞ്ഞു ബോട്ടിലുകൾ വെച്ചിട്ട് പല ക്രാഫ്റ്റും ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മുന്നിൽ വില്ലനായിട്ട് നിന്നിരുന്നത് ഇതിനകത്തുള്ള പെയിൻറ്റും അതുപോലെ തന്നെ സ്റ്റിക്കറൊക്കെ എങ്ങനെ പൊളിച്ചെടുക്കുമെന്ന് ഓർത്തിട്ടുള്ളതായിരുന്നേ. പക്ഷേ ഈ ഐഡിയയിലൂടെ ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കധികം അധ്വാനമൊന്നും ഇല്ലാതെ സ്റ്റിക്കറും പെയിൻറ്റും ഒക്കെ കളയാൻ പറ്റും കേട്ടോ. അങ്ങനെ ആദ്യം ഒഴിച്ചു വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് എല്ലാ കുപ്പികളും പെറുക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകി ഓരോന്നായിട്ട് പെറുക്കി മാറ്റി വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിനകത്തൊന്നും ഒരു തരി പോലും പെയിൻറ്റോ അല്ലെങ്കിൽ അതിലൊട്ടിച്ച് വെച്ചിരുന്ന സ്റ്റിക്കറോ ആ സ്റ്റിക്കർ ഒട്ടിക്കാൻ ഉപയോഗിച്ചിരുന്ന പശയോ ഒന്നും തന്നെ കുപ്പിയുടെ മുകളിൽ കാണാൻ പറ്റില്ലായേ. അപ്പോൾ ഇനി പെയിൻറ്റ് കുപ്പി വൃത്തിയാക്കാനായിട്ട് വേറെ എക്സ്ട്രാ ടൈം ഒന്നും നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യകതയൊന്നും ഇല്ല കേട്ടോ. എല്ലാ ജോലിയും ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ തന്നെ നമുക്കിതും ചെയ്യാവുന്നതേ ഉള്ളൂ. അതും വളരെ എളുപ്പത്തിൽ. കണ്ടില്ലേ എത്ര പെട്ടെന്ന് ഞാൻ ഈ കുപ്പികളൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നതെന്ന്. ബ്രഷ് വെച്ച് ഉരയ്ക്കുകയോ മറ്റൊന്നും തന്നെയും ചെയ്യേണ്ടുന്നതില്ല. അപ്പോൾ പെയിൻറ്റിൻ്റെ കുപ്പി വെച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ രീതിയിലും കൂടെ ഒന്ന് കുപ്പി ക്ലീൻ ആക്കാനൊന്ന് നോക്കണം കേട്ടോ.